ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ദോശയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ദോശയ്ക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവസാനം നമ്മുടെ പഞ്ചസാര കൂട്ടിയിട്ടാട്ടോ കഴിച്ചത്. എനിക്ക് ഈ ദോശ വെറുതെ കഴിക്കാനായാലും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ഉണ്ടാക്കിയാൽ അതിനും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ കുറേ മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറേ മിഠായി കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് 2-3 ഞാൻ എടുത്തു വെച്ചു. എനിക്ക് ഇങ്ങനത്തെ നല്ല വലിപ്പമുള്ള മിഠായികളാട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്ത് വെച്ചു. അതിനുശേഷം ഞാൻ കുറച്ച് നേരം പഠിക്കാനിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി അടുത്ത എക്സാമുകൾ വരാറായിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് 1-2 ആഴ്ചയായിട്ടെന്ന് വെച്ചാൽ മറ്റേ എക്സാമിന് ശേഷം ഞാൻ ശരിക്കും പഠിച്ചിട്ടില്ല. മറ്റേ എക്സാമിനും അതേ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായത് കാരണം അതും ജസ്റ്റ് ഒന്ന് പോയി എഴുതിയെന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഇപ്രാവശ്യമെങ്കിലും ഒന്ന് പഠിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരുപാട് കവർ ചെയ്യാനുണ്ട്. ഒന്നും മനസ്സിലിരിക്കുന്നില്ല. ഇനിയിപ്പോൾ ആദ്യമേ തൊട്ട് പഠിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാത്സ് പോലും ശരിക്കും നോക്കാതെ പോയത്. ഇംഗ്ലീഷൊന്നും ജസ്റ്റ് തൊട്ട് നോക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഞാൻ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഞാനൊരു 90% പഠിച്ചിട്ടാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ ഞാൻ കയ്യിലുള്ളത് പോലും ഞാൻ മര്യാദയ്ക്ക് പഠിക്കാതെ പോയത് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യവും അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല. ഫുള്ളും പഠിക്കൽ നടക്കില്ല. ഇപ്പോൾ തന്നെ 23-24 ആദ്യമായി തുടങ്ങി. ഇനി ബാക്കിയും കൂടെ പഠിച്ചു വരുമ്പോഴേക്കും ഉള്ള നേരമൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് നോട്ട്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇയേഴ്സ് ഇതൊക്കെ നോക്കിയിട്ട് നമ്മുടെ SCയും അതുപോലെ തന്നെ സർക്കിൾസ് കോപ്പറേറ്റീവ് യൂണിയനും അതുപോലെ തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. കേരഫെഡ് നബാർഡ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പഠിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിതുപോലെ എൻ്റെ കയ്യിൽ ഒരു റെക്കോർഡുണ്ട്. അപ്പം ഞാൻ ഈ റെക്കോർഡിലാണ് എല്ലാ സബ്ജക്റ്റും, ഈ ഒരു സബ്ജക്റ്റ് മാത്രമല്ല, കോപ്പറേഷൻ മാത്രമല്ല, ലോയും അതുപോലെ തന്നെ മാത്സും ഇംഗ്ലീഷും എല്ലാ സബ്ജക്റ്റും ഞാൻ മിക്സ് ചെയ്ത് എഴുതുന്ന ഒരു റെക്കോർഡാണിത്. ഇതെനിക്ക് ആരോ കൊണ്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ റെക്കോർഡിലൊക്കെ എഴുതാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ എൻ്റെ +1 +2 റെക്കോർഡുകളൊന്നും ഞാൻ കളയില്ല. അതിൻ്റെ പേജിലൊക്കെ ഞാനിതുപോലെ എഴുതി പഠിക്കും. എനിക്കിങ്ങനെ എഴുതി പഠിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പേജുകളാണെങ്കിൽ പോലും ഞാനതിൽ എഴുതി പഠിച്ചിട്ട് അങ്ങനെയാണ് പഠിക്കുന്നത്. പിന്നെ പേജ് എടുത്ത് വയ്ക്കില്ല, കാരണം എഴുതി പഠിക്കണം എന്നുള്ളതൊരു പേജ് എനിക്ക് വേണം എപ്പോഴും. എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു പേജ് ഉണ്ടാവും പഠിക്കാനിരിക്കുമ്പോൾ. അല്ലെങ്കിൽ ഇതുപോലത്തെ നല്ല റഫ് ബുക്കുകളുണ്ടാവും. അപ്പോൾ ഞാൻ അതിലൊക്കെ എഴുതിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഊണ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിച്ച് വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായ വേണ്ട, കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചായയ്ക്ക് പകരം ഞങ്ങൾ കാപ്പിയാണ് ഉണ്ടാക്കിയത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെൻ്റെ പുതിയ ഫ്രോക്കാണേ. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് നേരം കൊണ്ട് പഠിക്കാനിരുന്നപ്പോൾ ഒരു പീസ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്മ. നല്ല മധുരമുള്ള ഒരു ആപ്പിളായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത്യാവശ്യം ഇതൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഫോണിൽ കുറച്ച് ഇതിൻ്റെ തന്നെ നോട്ട്സുകളുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കിയിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അത് പഠിക്കുമ്പോഴാണ് ആപ്പിളൊക്കെ കൊണ്ടുവന്നത്. പിന്നെ വൈകിട്ട് ഞങ്ങൾക്കൊരു റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി. നമ്മുടെ വാടാനപ്പള്ളി ആ ഭാഗത്തുള്ളൊരു ഓഡിറ്റോറിയത്തിലായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി. അവിടെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. രാത്രി നല്ല മഴ പെയ്ത് പുറത്തൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അപ്പം ഞങ്ങൾ റൈസും അതുപോലെ തന്നെ ചിക്കനും പിന്നെ അച്ചാറും സലാഡും ആട്ടോ ഞാൻ കഴിച്ചത്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള റൈസായിരുന്നു. എനിക്ക് ഈ റൈസ് കഴിച്ചപ്പോൾ ഒരു കുഴിമന്തിയുടെ ഒരു ഫീലാണ് തോന്നിയത്.